നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് തിരിച്ചടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടേക്കുള്ള വെള്ളം വരുന്നത് വാഴാനി ഡാമിൽ. അപ്പൊ ഈ ഒരു ചോന്നമണ്ണായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് പണി വളരെയധികം കുറവാണ്. വെറും ഒരു 15 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ ഈ കൃഷി ചെയ്യുന്ന ഏരിയയിൽ നിന്ന്. അപ്പൊ ഈ രണ്ട് പാടശേഖരങ്ങളിലെയും കൃഷി രീതിയുടെ വരവ് ചെലവുകളുടെ ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ചൂണ്ടൽ ഏരിയയിലുള്ള ഒരു പാടശേഖരമാണ്. ഇവിടുത്തെ കൃഷി രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വെറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഓൾറെഡി വെള്ളം കുറവാണ്. ഇവിടെ കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 45 സെക്കൻഡ് വെള്ളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോഴും കൃഷി തുടങ്ങിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വറ്റാൻ സ്ലോ ആയതുകൊണ്ട് ഇപ്പോൾ പൂട്ടിൽ നടക്കണുള്ളൂ. അപ്പോൾ അവിടെ എന്തായാലും ഇനി ഒരു മാസം കൂടി എടുക്കും നടാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുത്തെ അങ്ങാട്ട് 2 മാസം മുന്നെയാണ് ഇവിടുത്തെ കൃഷി തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ കിട്ടുന്ന സബ്സിഡി വളരെ തുച്ഛം സബ്സിഡിയാണ്. ഇപ്പോൾ ഇതേ സബ്സിഡി തന്നെയാണ് ഇപ്പോൾ നമ്മൾ അവിടെയും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചോന്നമണ്ണായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് പണി വളരെയധികം കുറവാണ്. ഇവിടെ ബണ്ട് കെട്ടിയിട്ട് കണ്ടത്തിലെ വെള്ളം വറ്റിക്കേണ്ട ആവശ്യമോ പിന്നെ അത് മാത്രമല്ല ഇവിടുന്ന് നട്ടതിന് ശേഷം വെള്ളം നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് തിരിച്ചടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടേക്കുള്ള വെള്ളം വരുന്നത് വാഴാനി ഡാം. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയിലേക്ക് വെള്ളം അടിക്കണം എന്നുണ്ടെങ്കിൽ തോട്ടിൽ നിന്ന് നമ്മൾ 3 ചിബിടെ മോട്ടോർ ഉപയോഗിച്ചിട്ട് വേണം തിരിച്ച് വെള്ളം അടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബ്ലോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇറിഗേഷൻ പമ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് അവിടുത്തെ കാട്ടിയും ഡബിൾ ഇരട്ടി ചെലവ് വരുന്നുണ്ട്.